നമസ്തേ, എല്ലാവർക്കും ഇത് മൈൻഡ് വെൽനസിന്റെ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സുസൻ കോരത്. നമ്മുടെ NPD സീരീസ് എല്ലാം തന്നെ അവയർനെസ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ ഡയഗ്നോസിനായിട്ട് ഉപയോഗിക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു എക്സ്പേർട്ടിനെ കൺസൾട്ട് ചെയ്യുക തന്നെ വേണം. അപ്പൊ ഇന്നത്തെ സബ്ജക്ട് എല്ലാവരും ജീവിതത്തിൽ നല്ല രീതിയിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഞാൻ പറയുന്നത്. അതാണ് അബ്യൂസ് വെൻ ടു റെസ്പോണ്ട്. എപ്പോഴാണ് ഒരു അബ്യൂസിനോട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യേണ്ടത്? അത് നിങ്ങളുടെ ആദ്യത്തെ അബ്യൂസിൽ തന്നെ, the very first abuse you should respond. അത് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്തിരിക്കണം. നമ്മളൊരു അബ്യൂസ് നടക്കുമ്പോൾ അതിനകത്ത് പലപ്പോഴും പലരും പറയുന്ന ഒരു ന്യായീകരണം, എനിക്ക് മനസ്സിലായില്ല, എനിക്കറിയത്തില്ലായിരുന്നു ഇതൊരു അബ്യൂസ് ആണെന്ന്. അതായത് നമുക്ക് പെയിൻ വരുമ്പോൾ നമ്മളെ അവർ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് നോക്കും. നമ്മളെ അടിക്കുമ്പോൾ, നമ്മളെ ഇമോഷണലി നമ്മളെ വളരെ രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ തരുമ്പോൾ, നമുക്ക് ഫിനാൻഷ്യലി നമ്മളെ ഡ്രെയിൻ ചെയ്യുമ്പോൾ, നമ്മളെ സെക്ഷുവലി അബ്യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകാതെ വരുന്നത്? ദിസ് ഇസ് നോട്ട് നോർമൽ, ഇത് ശരിയല്ല, ഇത് നോർമൽ ആയിട്ടുള്ള കാര്യമല്ല എന്ന്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. നിങ്ങളെ കൺസ്ട്രക്ട് ചെയ്യുന്നതിൽ ചില കുഴപ്പങ്ങളുണ്ട്. നിങ്ങളെ റെസ്പെക്ട്ഫുൾ ആയിട്ടും സെൽഫ് ഡിഗ്നിറ്റി ഉള്ള ആളായിട്ടും ഒരു സെൽഫ് കോൺഫിഡൻസിലും സെൽഫ് വോർത്തിലും സെൽഫ് വാല്യൂ ഉള്ളവരുമായിട്ട് നിങ്ങളെ ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ഈ പല അബ്യൂസസ് മനസ്സിലാവാത്തത്. ഒരു സ്ലേവ് ഇത് അനുഭവിക്കേണ്ടതാണ് എന്നുള്ള രീതിയിൽ, ഇതൊക്കെ നോർമലാണ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ നമ്മൾ ആ ഒരു ലേണിങ്ങിൽ നിന്നാണ് നമുക്ക് ഇത് മനസ്സിലാകാതെ പോകുന്നത്. പക്ഷെ പെയിൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് പെയിൻ ഉണ്ടായാൽ, ആ പെയിൻ ഉണ്ടായി എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. യു ഷുഡ് റെസ്പോണ്ട്. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ഫ്രം യുവർ പാർട്ട് ദാറ്റ് ഇസ് എ പ്രോബ്ലം, ദെൻ കറക്റ്റ് ഇറ്റ്. അല്ല മറ്റേയാളുടെ അടുത്ത് നിന്നാണെങ്കിൽ യു നീഡ് ടു മേക്ക് ദാറ്റ് പേഴ്സൺ കറക്റ്റ് ഇറ്റ്, ഓർ യു നീഡ് ടു ടേക്ക് ദ നെസസറി ആക്ഷൻസ് ഇമ്മീഡിയറ്റ്ലി. അപ്പം വെരി ഫസ്റ്റ് അബ്യൂസിൽ തന്നെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തിരിക്കണം. പല ആളുകളും റിയാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എയ്തർ ദേ പാസീവ് ആകും, പാസീവായിട്ട് വളരെ ഇതെല്ലാം സഹിച്ച് ഇതിനോട്, അതും ഒരു രീതിയിലുള്ള സെൽഫിനെ സാക്രിഫൈസ് ചെയ്തുള്ള ഒരു, നമ്മൾ ഡിഫീറ്റ് സമ്മതിച്ച് അതിന്റെ കീഴിൽ സഫർ ചെയ്യുന്ന പോലെയാണ് പാസീവ് ആകുമ്പോൾ. പാസീവ് അഗ്രസീവ് എന്ന് പറയുമ്പോൾ മനസ്സില്ലാ മനസ്സോട് അതിനകത്ത് നിന്നുകൊണ്ട് അബ്യൂസിനോട് പാസീവ് ആയിരിക്കും, ബാക്കിയുള്ള ജീവിതത്തിന്റെ മേഖലയിലെല്ലാം അഗ്രസീവ്നെസ് കാണിക്കും. പിന്നെ അഗ്രസീവ് അങ്ങോട്ട് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്ത് അതിനെ വഷളാക്കുന്ന രീതിയിൽ. അപ്പൊ എപ്പോഴും എന്തുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് അബ്യൂസിൽ തന്നെ ഞാൻ റെസ്പോണ്ട് ചെയ്യണം അതിന് പ്രോപ്പറായിട്ട് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെ ഫേസ് ചെയ്യണം, അതിനെ ഡീൽ ചെയ്യുക തന്നെ ചെയ്യണം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യത്തെ നിങ്ങളുടെ അബ്യൂസിനെ നിങ്ങൾ ടോളറേറ്റ് ചെയ്തു. ഓക്കെ, ആണെന്ന് തോന്നുന്നു, ശരി, ഒരു പ്രാവശ്യമല്ലേ സംഭവിച്ചുള്ളൂ, അങ്ങ് വിട്ടേക്കാം, പിന്നെ അത് ശരിയായിക്കോളുമായിരിക്കാം, കുറച്ച് കൂടുതൽ സ്നേഹം കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് രണ്ടാമത്തത് അപ്പൊ നടക്കും. അപ്പൊ രണ്ടാമത്തതും ടോളറേറ്റ് ചെയ്തു, മൂന്നാമത്തത്, നാലാമത്തത്, അഞ്ചാമത്തത്, ഇങ്ങനെ ഓരോ റീസൺ പറഞ്ഞു. അത് 10ഉം 20ഉം 25ഉം 30ഉം കടന്ന് ചിലർ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അവർ പറയുന്നത്, ഇനി എനിക്ക് സഹിക്കാൻ വയ്യേ, എനിക്ക് പറ്റുന്നില്ലേ എന്നുള്ള രീതിയിലേക്ക് വന്നിട്ട് നിങ്ങൾ പലപ്പോഴും അതിനോട് പ്രതികരിക്കുന്നത്. ആ സമയമാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രതികരിക്കുന്നതിന് തന്നെ നിങ്ങൾക്ക് ഗിൽട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്ക് ഗിൽട്ടായി, ഷെയിമായി, ഞാനിതിങ്ങനെ ഇത് പറയണമായിരുന്നു, ഇത്ര വലിയ കാര്യമായിരുന്നു, ഇത്രയും ഞാൻ സഹിച്ചില്ലേ, ഇതൊന്ന് ടോളറേറ്റ് ചെയ്യാനായിരുന്നോ പ്രയാസം. ഇനി ബാക്കിയുള്ളവർ നിങ്ങളോട് പറയുന്നത്, ഇത്രയും വർഷം നീ പിന്നെ എന്നെ അടുത്തോണ്ടിരിക്കുമായിരുന്നു, ഇതെന്താ ഇത്രയും നാളും ഇല്ലാത്തൊരു സാധനമാണ് ഇന്നിപ്പോ പൊട്ടി പുറപ്പെട്ടത്. അപ്പൊ അവിടെയും നമ്മൾക്കൊരു ഐ ആം ടു ബി ബ്ലെയിംഡ്, എനിക്കാണോ പ്രശ്നം, ഈ ഗിൽട്ടും ഈ ഷെയിമും, ഇനി കുടുംബത്തിന്റെ പേര് കളയാനാണോ, ഇത്രയും നാൾ നിൽക്കാമെങ്കിൽ പിന്നെ കുറച്ചു നാളൂടെ എന്നെ ചിലർ ഇപ്പൊ ഇത്രയും നാളും വെള്ളം കൊണ്ടിട്ട് പഠിക്കൊണ്ട് കല ഉടയ്ക്കുവാണോ നീ, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം വരും നമ്മുടെ ഇതിൽ. അപ്പൊ ഒരു അബ്യൂസീവ് പേഴ്സന്റെ കൂടെ നിങ്ങൾ ജീവിക്കുമ്പോൾ, നിങ്ങൾ അബ്യൂസ് ടോളറേറ്റ് ചെയ്താൽ ആ പേഴ്സൺ ആണ് വിന്നർ ആകുന്നത്. നിങ്ങൾക്ക് ഏത് സമയത്ത് നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ നിങ്ങൾക്ക് പ്രശ്നം വരും. ഇനി നിങ്ങൾ ഇത്രയും നാൾ ടോളറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇനി നിവൃത്തിയില്ല എന്ന് നിങ്ങൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പറയുന്നതെങ്കിൽ പോലും, അതെങ്ങനെയാ, ഇത്രയും നാൾ നീ അത് ചെയ്തില്ലേ, ഇതൂടെ അങ്ങോട്ട് അത്രയും സഹിച്ച ആൾക്ക് ഇത് സഹിക്കുന്നതിന് എന്താ ഇത്ര പ്രശ്നം? കുറച്ചുകൂടെ അല്ലേ ഉള്ളൂ, കുട്ടികളൊന്ന് പ്രായമായി, അല്ലെങ്കിൽ അവരുടെ കല്യാണം ഒന്ന് കഴിഞ്ഞു, അതുവരെയൊക്കെ നമുക്ക് സഹിക്കാം. അയ്യോ, എൻ്റെ കുട്ടികളുടെ പഠിത്തം ഒന്നങ്ങ് കഴിഞ്ഞോട്ടെ, അല്ലെങ്കിൽ ഈ കുട്ടികളുടെ വിവാഹം ഒന്നായിക്കോട്ടെ, അല്ലെ ഇനിയിപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് അമ്മായപ്പനും അമ്മായിയമ്മയും അവർക്കൊക്കെ ആയില്ലേ, അവർക്ക് കുട്ടികളായി, അയ്യോ എൻ്റെ ഗ്രാൻഡ് ചിൽഡ്രൻ ഇനി പ്രശ്നങ്ങളാവുമോ, ഈ രീതിയിലേക്ക് നിങ്ങളുടെ അബ്യൂസിനെ നിങ്ങൾ നീട്ടിക്കൊണ്ട് പോയാൽ
നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുന്നത് നിങ്ങൾക്ക് തന്നെ നോക്കിയിരിക്കേണ്ടതായിട്ട് വരും. ഈ ഭൂമിയിൽ ഓരോ വ്യക്തിക്കും മനോഹരമായിട്ട് ജീവിക്കാനുള്ള രീതിയിലാണ് അവരെ സർവേശ്വരൻ ക്രിയേറ്റ് ചെയ്ത് വിട്ടിരിക്കുന്നത്. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വിട്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ ആരെങ്കിലും അബ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് എന്ന് നിങ്ങൾ ആദ്യം അറിയണം. അപ്പോൾ അവിടെയാണ് നമ്മൾ കുറേ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഒരു ഇതിലേക്ക് കയറുമ്പോൾ നമ്മൾ നോക്കണം, എൻ്റെ ജീവിതത്തിൽ ഞാനെന്ന വ്യക്തിക്ക് എന്താണ് പൊസിഷൻ എന്നുള്ളത്, ഞാൻ എന്തൊക്കെ ഡിസേർവ് ചെയ്യുന്നുണ്ട്, എൻ്റെ കഴിവുകൾ അനുസരിച്ച്, എൻ്റെതായ കേപ്പബിലിറ്റി അനുസരിച്ച് ഞാൻ എന്നെ ബിൽഡ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ആദ്യം ഏത് വ്യക്തിയും വിവാഹത്തിന് കയറുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണത്. അതിനകത്ത് വിവാഹത്തിൽ എന്ത് അപ്രൂവ്ഡ് ആണ്, എന്ത് അപ്രൂവ്ഡ് അല്ല എന്നുള്ളത് സ്വയം മനസ്സിലാക്കി സ്വയത്തിലൂടെയാണ് വരേണ്ടത്. പലപ്പോഴും നിങ്ങൾ കണ്ടിരിക്കുന്നത് നോർമലൈസ് ചെയ്തിട്ടുള്ള അബ്യൂസുകളെ ആയിരിക്കും. വീട്ടിൽ നടക്കുന്നു, സമൂഹത്തിൽ നടക്കുന്നു, പല സ്ഥലത്ത് കൾച്ചറലിയും ഒക്കെ മോറലിയും ഒക്കെ നടക്കുന്ന പല കാര്യങ്ങളും കാണും. പക്ഷെ അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് നമ്മൾ കുറച്ചൊരു നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന നമ്മുടെ ഫ്രീഡം, നമ്മളുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ലിവിങ്ങിനെയൊക്കെ നമ്മൾ കുറേശ്ശെ നോക്കണം. അപ്പം ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയും എന്നെ അബ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്നെ ചൂഷണം ചെയ്യുക, എന്നെ അബ്യൂസ് ചെയ്യുക, എന്നെ എന്താ പറയുക, വളരെയേറെ ഹേർട്ട് ചെയ്യുക, എന്നെ ഡിസ്ട്രോയ് ചെയ്യുക, എന്നെ അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള ആയുധങ്ങളാക്കുക, അവർക്ക് തോന്നുന്ന പോലെ എന്നെ ട്രീറ്റ് ചെയ്യുക. ഇന്നവർക്ക് സന്തോഷമാണ്, അവർ സന്തോഷത്തെ ട്രീറ്റ് ചെയ്യും. ഇന്നവർക്ക് ദേഷ്യമാണ്, ദേഷ്യത്തെ ട്രീറ്റ് ചെയ്യും. ഇന്നവർക്ക് ലവ് തോന്നുകയാണ്, ലവിൽ ട്രീറ്റ് ചെയ്യും. നാളെ അവർക്ക് ഹേറ്റ്രഡ് തോന്നുകയാണ്, ഹേറ്റ്രഡ് ട്രീറ്റ് ചെയ്യും. ഇന്നവർക്ക് എനിക്ക് ഇച്ചിരി പൈസ ഇങ്ങോട്ട് തരാനാണ് അവർ തരും. നാളെ എൻ്റെ നിന്ന് മൊത്തം അടിച്ചുകൊണ്ട് പോകാനാണ് അടിച്ചുകൊണ്ട് പോകും. എന്നെ ഏതൊക്കെ രീതിയിൽ അവരുടെ രീതിക്കനുസരിച്ച് എന്നെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടൂളാക്കി മാറ്റുക. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അപ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ ദാറ്റ് ഐ ഗിവ് ഇറ്റ് ടു മൈ സെൽഫ്? ഒരാളും ജീവിതത്തിൽ വേറൊരാൾ എന്നെ കരുതും, എന്നെ പ്രൊട്ടക്ട് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ ഇറങ്ങരുത്. അവനോന്റെ ജീവിതം അവനോൻ തന്നെയാണ് ജീവിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് ആദ്യം നമ്മളൊരു പാർട്ട്ണർഷിപ്പ്, അതിപ്പോൾ ഏത് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, സഹോദരങ്ങൾ തമ്മിലുള്ള റിലേഷൻ ആയിക്കോട്ടെ, പേരന്റ് ചൈൽഡ് ആയിക്കോട്ടെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ്സിലെ പാർട്ട്ണർഷിപ്പ്, എവിടെയാണെങ്കിലും യു നീഡ് ടു ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് മൈ പൊസിഷനിങ്. എൻ്റെ പൊസിഷൻ ഈ റിലേഷൻഷിപ്പിൽ എന്താണ്, അത് ഡിസേർവ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, അതെനിക്ക് തരുന്ന ചില പൊസിഷൻ പവേഴ്സ് ഉണ്ട്. ഞാൻ ഈ പൊസിഷനിലായിരിക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ, ഇന്ന രീതിയിലായിരിക്കണം കാര്യങ്ങൾ നടക്കേണ്ടത്, അത് ഇന്ന പവേഴ്സ് എനിക്ക് തരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ക്ലാരിറ്റിയിൽ ഉണ്ടായിരിക്കണം. എൻ്റെ ഡെലിവറബിൾസ് എന്തൊക്കെയാണ്, ഇവിടെ ഞാൻ ഡെലിവറി ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ലിമിറ്റ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ ലിമിറ്റ്ലെസ് ആണ്. അബ്യൂസിന്റെ റിലേഷൻഷിപ്പിൽ ഒരാളിങ്ങനെ ലിമിറ്റ്ലെസ് ആയിട്ട് ഡിമാൻഡ് ചെയ്യുന്നു, മറ്റേ ആൾ ലിമിറ്റ്ലെസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ദ ഡിമാൻഡ് എന്ന് പറയുന്നതും സപ്ലൈയും എന്ന് പറയുന്നതും ഒരു കാരണവശാലും മാച്ച് ആകുന്നില്ല. ഒരു നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ, ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പിൽ ഒരാൾ ഹൈ ഡിമാൻഡ് വെക്കുന്നു, മറ്റേ ആൾ ഹൈ സപ്ലൈ കൊടുക്കുന്നു. ഇനി ഹൈ സപ്ലൈ കൊടുത്തില്ലെങ്കിൽ വരാൻ പോകുന്നത് എന്താണെന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് കൂടുതൽ അവരിങ്ങനെ കൊടുക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ദ ഡിമാൻഡ് ഇസ് ഇൻക്രീസിങ്, സപ്ലൈ ഇസ് ഓൾസോ ഇൻക്രീസിങ്. അങ്ങനെയാണ്. ആദ്യത്തെ അബ്യൂസിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദ ഡിമാൻഡ് ഇൻക്രീസസ് ആൻഡ് ദ സപ്ലൈ യു ഷുഡ് ഇൻക്രീസ്. അങ്ങനെയാണ് അത് വരുന്നത്. അല്ലാതെ നിങ്ങളുടെ ഉടനെ നമ്മൾ അങ്ങോട്ട് അനുവദിച്ചു കൊടുത്തു, നമ്മൾ ആദ്യത്തെ ഇത് കൊടുത്തിട്ട് അനങ്ങാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡിമാൻഡ് അങ്ങോട്ട് സബ്സൈഡ് ചെയ്യും, എന്നിട്ട് നമുക്ക് കുഴപ്പമില്ലാതെ പോകും. നോ, ഈച്ച് അബ്യൂസ് യു അക്സെപ്റ്റ്, യു ടോളറേറ്റ്, the demand increases and the difficulty, the complexity, everything increases, and the malignancy also increases, and you are there to provide because you are a continued supplier. When you supply, definitely there will be demand. അപ്പം നിങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ഇങ്ങനെ ഡിമാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. സപ്ലൈ നിർത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് വേറെ സപ്ലൈ അന്വേഷിച്ച് പോകേണ്ടി വരും. ഇവിടുന്ന് കിട്ടൂല എന്നറിയുമ്പം അത്രയെങ്കിലും അയാൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ആദ്യത്തെ അബ്യൂസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കണം. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് ചോദിക്കണം. വൈ ഇറ്റ് ഹാപ്പൻ ആൻഡ് വാട്ട് ഹാപ്പൻ ആൻഡ് വൈ ഹാപ്പൻ. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇതൊരു അബ്യൂസാണ്, എനിക്കത് മനസ്സിലാകുന്നു, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ അക്നോളജ് ചെയ്തു, അബ്യൂസ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, എന്നെ ആ രീതിയിലാണ് ട്രീറ്റ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്
അങ്ങനെ ഒരു അബ്യൂസ് സംഭവിച്ചത്? എൻ്റെ കയ്യിൽ നിന്നുള്ള കുഴപ്പം കൊണ്ടാണോ, അപ്പുറത്തെ ആളിൽ നിന്ന് കുഴപ്പം കൊണ്ടാണോ? ഇങ്ങനൊരു സംഭവം വേറൊരാൾ എന്നോട് ചെയ്താൽ ഞാൻ എങ്ങനെയായിരിക്കും ചെയ്യുക, ഒരു നോർമൽ എങ്ങനെയായിരിക്കും ചെയ്യുക? ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. എന്നിട്ട് നമ്മൾ ചോദിക്കേണ്ടത്, ഡു ഐ ഡിസേർവ് ഇറ്റ്? ഞാൻ ഈ രീതിയിലൊരു ജീവിതം ജീവിക്കാനായിട്ട് ഡിസേർവ് ചെയ്യുന്ന ആളാണോ? ഡു ഐ ഡിസേർവ് ഇറ്റ്? അതുപോലെ തന്നെ നമ്മൾ ചോദിക്കണം, വൈ ഐ ഷുഡ് നോട്ട് റെസ്പോണ്ട്? ഞാൻ എന്തുകൊണ്ടാണ് റെസ്പോണ്ട് ആ സമയത്ത് ചെയ്യാതിരുന്നത്, ഇപ്പോഴും ചെയ്യാതിരിക്കുന്നത്? ഷുഡ് ഐ ലീവ്? ഷുഡ് ഐ റിയാക്ട്? ഷുഡ് ഐ സ്റ്റേ? എല്ലാം ചോദിക്കും. ഞാൻ ഇതിനകത്ത് നിൽക്കണോ, നിൽക്കണ്ടേ, പോണോ, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതെല്ലാം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ആൻസർ, നമ്മളിങ്ങനെ ചിന്തിക്കും പല കാര്യങ്ങൾ, പല ആസ്പെക്ട്സ്, പലരുടെ ജീവിതങ്ങൾ. എന്നിട്ട് പല ആളുകളും ഈ പല ആസ്പെക്റ്റുകളും ചിന്തിക്കുമ്പോൾ പല രീതിയിലുള്ള അബ്യൂസ് എടുത്ത് ടോളറേറ്റ് ചെയ്ത വിജയഗാഥകൾ പാടിച്ച അബ്യൂസ് ടോളറൻസ് സക്സസ്ഫുൾ ആയിട്ട് ഇങ്ങനെ ഹീറോസ് ഉണ്ട്, അബ്യൂസ് ടോളറൻസ് ഹീറോസ്. അവരെ നിങ്ങൾ നിങ്ങളുടെ റോൾ മോഡൽസ് ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഒരു കാരണവശാലും നന്നായി പോകത്തില്ല. അവരങ്ങനെ സഹിച്ചില്ലേ, എൻ്റെ അമ്മ ഇങ്ങനെ സഹിച്ചില്ലേ, എൻ്റെ ഫ്രണ്ട് അങ്ങനെ സഹിച്ചില്ലേ, എൻ്റെ ഫാദർ അങ്ങനെ സഹിച്ചില്ലേ, എൻ്റെ ഇവിടെ അങ്ങനെയല്ലേ, ഇവിടെ കുറേയൊക്കെ നമ്മളിങ്ങനെ സഹിക്കണം, ഇങ്ങനെ വന്നാലേ ഇത് നടക്കത്തുള്ളൂ. ഇങ്ങനെ രീതിയിലല്ല ചിന്തിക്കേണ്ടത്. അവിടെയും ജസ്റ്റിസ് അല്ല നടന്നിരിക്കുന്നത്, ഇവിടെയും ജസ്റ്റിസ് അല്ല നടന്നിരിക്കുന്നത്. There should be someone should say, no, this is injustice, this is not justice, this is not the way a relationship should work. അബ്യൂസ് നടക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ പറയണ്ടേ, നമ്മൾ ആരെങ്കിലുമൊക്കെ അത് ചെയ്യണ്ടേ? അപ്പോൾ അവിടെ നമ്മൾ നോക്കിയിട്ട് യു നീഡ് ടു മേക്ക് ദ ഡിസിഷൻ. റിയാക്റ്റീവായിട്ട് അതിനോട് ബഹളം വയ്ക്കാൻ വേണ്ടിയിട്ടല്ല, പാസീവ് ആകാനുമല്ല, ബട്ട് ഇൻ എ വെരി അസർട്ടീവ് വേ യു നീഡ് ടു റെസ്പോണ്ട് ടു ദ ഫസ്റ്റ് അബ്യൂസ്. അതിനകത്ത് ആദ്യം നമ്മൾ നോക്കേണ്ട അബ്യൂസിനെ പറ്റി ക്ലാരിറ്റിയിൽ നമുക്ക് പറയാൻ പറ്റണം, നമുക്ക് മനസ്സിലാവണം. ഇന്നത് സംഭവിച്ചു, അതിൻ്റെ ഇവൻസും കാര്യങ്ങളും എഴുതി, യെസ് ഐ ക്യാൻ സേ ദിസ് വാസ് ആൻ അബ്യൂസ് ഓൺ മീ, വെർബലി, ഫിസിക്കലി, സെക്ഷുവലി, ഫിനാൻഷ്യലി, എന്തുമായിക്കൊള്ളട്ടെ, റിലേഷൻഷിപ്പ് വൈസ് എന്തും. എന്നിട്ട് നമ്മൾ അതിനെ വെച്ചിട്ട് നമ്മൾ വി നീഡ് ടു ചെക്ക്, ഈസ് ദെയർ എ ട്രസ്റ്റ് വർത്തി പേഴ്സൺ ഐ ക്യാൻ ഡിസ്കസ് ആൻഡ് ഐ ക്യാൻ ഗെറ്റ് എ ജെനുവിൻ സപ്പോർട്ട്. അല്ലാതെ അതൊക്കെ പോട്ടെ, ഇങ്ങനെയായിരിക്കണം, അങ്ങനെ അതൊന്നുമല്ല. എനിക്ക് ശരിയാണ്, അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്കിതിനെ ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് ഒരു ഹെൽപ്പ് കിട്ടുന്ന രീതിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് തന്നെ നിങ്ങൾക്ക് സീക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു കാരണവശാലും നിങ്ങളത് ഡിലേ ആക്കരുത്. സീക്ക് ഹെൽപ്പ്. ഇഫ് യു കാൺ ഹാൻഡിൽ ബൈ യുവർ സെൽഫ്, സീക്ക് ഹെൽപ്പ് ബിഫോർ ഇറ്റ് ഈസ് ടൂ ലേറ്റ്. തിങ്സ് ബിക്കം മോർ കോംപ്ലിക്കേറ്റഡ്. You become more obliged, more commitment, more codependency, more dependency, more trauma bonding. ഇതൊക്കെ ആകുന്നതിന് മുമ്പ്, അതിലും കൂടുതലായിട്ട് ബിഫോർ ദ കിഡ്സ് കം, കുട്ടികളൊക്കെ പിന്നെ നമ്മളെ അതിനകത്ത് ഇടാനുള്ള ഏറ്റവും വലിയ ടൂളാണ്. they use them as weapons, they use them their tools in their hands. So ഇതൊന്നും വരുന്നതിന് മുമ്പ് you need to decide. അതല്ലാതെ നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഒരു മോശമായിട്ടുള്ള ഒരാളെ പാർട്ട്ണർ കിട്ടിയാളെ നന്നാക്കുക എന്നുള്ളത് നിങ്ങളുടെ ജോലിയല്ല. നമ്മുടെ റിലേഷൻഷിപ്പിൽ പല വ്യക്തികൾക്ക് പല രീതിയിലുള്ള കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ അബ്യൂസ് എന്ന് പറയുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അവിടെയാണ് നിങ്ങൾ ഏറ്റവും വിജിലൻ്റ് ആയിട്ടും ഡിലിജൻ്റ് ആയിട്ടും പ്രവർത്തിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് അബ്യൂസിൽ അന്നേരം നമ്മൾ ആ അബ്യൂസിന്റെ വ്യാപ്തിയും ഇതൊക്കെ അനുസരിച്ചാകട്ടോ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ക്വസ്റ്റ്യൻസ് സീക്കുമ്പോൾ നമുക്ക് അതിനെ കറക്റ്റ് പിക്ചർ കിട്ടും. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ നമ്മളെ തന്നെ ഒരു സെൽഫ് ഇൻട്രോഗേഷൻ നടത്തും. നമ്മളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം, ദിസ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് ഐ ക്യാൻ ടോളറേറ്റ്, ഐ വോണ്ട് ടോളറേറ്റ്. ഇത് നമ്മൾ പലപ്പോഴും നമ്മുടെ വീടുകളിൽ നടക്കുന്ന ആ അട്രോസിറ്റീസ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള മാസീവായിട്ടുള്ള മാലിന്യൻ്റെ അബ്യൂസ് സൊസൈറ്റിയിൽ ആരെങ്കിലും അതിൻ്റെ പകുതി ചെയ്താൽ അതൊരു ക്രിമിനൽ കുറ്റമായിരിക്കും, പോലീസിന് നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാവുന്ന കുറ്റമായിരിക്കും. പക്ഷെ ജസ്റ്റ് ബിക്കോസ് ഇറ്റ് വാസ് എ ഫാമിലി, ദിസ് വാസ് ബീൻ കംപ്ലീറ്റ്ലി കവേർഡ് ആൻഡ് ദ അബ്യൂസർ ഈസ് ബീൻ പ്രൊമോട്ടഡ്. അപ്പം ഏത് ബിഹേവിയർ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു, ഇഫ് യു പ്രൊമോട്ട് എ ബിഹേവിയർ ഇറ്റ് ബിക്കം കംപ്ലീറ്റ്ലി അതൊരു സ്ട്രോങ് ആയിട്ട് ഒരു നോർമൽസിയിൽ അത് തഴച്ചു വളർന്നു വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ പോലും ചില ബിഹേവിയേഴ്സ് നമ്മൾ എന്തുകൊണ്ടാണ് പ്രൊമോട്ട് ചെയ്യാത്തത്, നമ്മൾ അവിടെ അതിന് കൺട്രോൾ കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ബിഹേവിയർ കനോട്ട് ബി പ്രൊമോട്ടഡ്, ദിസ് ബിഹേവിയർ ഇസ് നോട്ട് റൈറ്റ്. എനി റിലേഷൻഷിപ്പ് എവിടെയും ഏതെങ്കിലും ബിഹേവിയർ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിഹേവിയർ ബിക്കം എ നോർമൽ തിങ്. അത് വളരെ നല്ല രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും.
അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യപ്പെടാണ്ടാത്ത പല ബിഹേവിയേഴ്സും നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്സിലുണ്ടെങ്കിൽ യു നീഡ് ടു സ്റ്റോപ്പ് ദാറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഫസ്റ്റ് ടൈം നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒന്ന് കണ്ട്, നമ്മൾ കുട്ടികളെ നമ്മൾ ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ പറയത്തില്ലേ, നമ്മൾ ആണ്ട കുട്ടി അങ്ങനെ ഒരു ആദ്യത്തെ അങ്ങനെ വിട്ടു, രണ്ടാമത്തെ വിട്ടു, മൂന്നാമത്തെ പറയുമ്പോൾ കുട്ടിക്ക് തന്നെ ദേഷ്യം വരും. ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിന് ഇതുവരെ നിങ്ങൾക്ക് പറയാനൊന്നും ഇല്ലായിരുന്നു, എന്നിട്ട് ഇപ്പൊ പറഞ്ഞേക്കുന്നു ഇത് ശരിയല്ലെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ടൈം യു ആർ സീയിങ് എ ബിഹേവിയർ, യു നീഡ് ടു സേ ദാറ്റ് to the child that that's not acceptable behavior, you need to change it, otherwise there will be consequences. അത് രണ്ടാമത് ചെയ്യുമ്പോൾ കോൺസിക്വൻസ് എന്താണെന്നുള്ളത് കുട്ടി അറിയണം. ആദ്യം വാർണിംഗ്, യു ആർ നോട്ട് സപ്പോസ് ടു ഡു ദറ്റ്, ഇഫ് യു ഡു ദിസ് അഗെയിൻ ദർ ഇസ് എ കോൺസിക്വൻസ്. നമ്മൾ കുട്ടികളോട് പറയും, അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ കോൺസിക്വൻസ് എന്താണെന്ന് കുട്ടി അറിയും. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ അബ്യൂസിൽ യു സേ ഐ ആം സോറി, ദീസ് ആർ ദ തിങ്, ദിസ് കനോട്ട് റിപ്പീറ്റഡ്, ദിസ് ഇസ് എ വാർണിംഗ്. ചെറുതാണെങ്കിൽ, വലിയ ഹ്യൂജ് ആണെങ്കിൽ മറ്റുള്ളവരെയും കൂടെ ഇൻവോൾവ് ചെയ്യിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ പറയണം. അടുത്ത പ്രാവശ്യത്തേതിന് ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് കോൺസിക്വൻസ് അറിഞ്ഞിരിക്കും എന്നുള്ള രീതിയിലെങ്കിലും നിങ്ങൾ പോകണം. ബിക്കോസ് ദ അബ്യൂസ് ഇസ് ഡൺ ബൈ എൻ അഡൾട്ട് പേഴ്സൺ. ആദ്യത്തെ അബ്യൂസിൽ തന്നെ അയാൾക്ക് കോൺസിക്വൻസ് അറിയുന്നുണ്ട്, കുഴപ്പമില്ല. ഞാൻ കുട്ടികളുടെ കാര്യത്തിലാണ് പറഞ്ഞൊരു വാർണിംഗ്, അവർക്ക് അറിയില്ലല്ലോ, അവർ പഠിച്ചു വരിക, വാർണിംഗ് കൊടുത്തിട്ട് നമുക്കിത് അറിയാം. പക്ഷേ ദ അബ്യൂസ് ഇസ് ഡൺ ബൈ എൻ അഡൾട്ട് പേഴ്സൺ, റൈറ്റ്? ദ അഡൾട്ട് പീപ്പിൾ need to know how to behave, how to be responsibly behave, how to responsibly handle their relationship, the people around you, the events that is happening in their life, their own life എല്ലാം റെസ്പോൺസിബിളി സൊസൈറ്റിയോട്, കൾച്ചറിനോട്, നമ്മുടെ മോറൽ ആൻഡ് എത്തിക്കൽ വാല്യൂസിനോട്, നമ്മുടെ സിസ്റ്റത്തിനോട്, നമ്മുടെ പീപ്പിളിനോട്, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളോട്, എല്ലാം നമ്മുടെ ജീവിതത്തോട്, മറ്റുള്ളവരുടെ ജീവിതത്തോട്, അത് ആനിമൽസിൻ്റെ ആയാലും ട്രീസ് പ്ലാന്റ്സിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും ഈ മുഴുവൻ യൂണിവേഴ്സിനോട് റെസ്പോൺസിബിൾ ആയിട്ട് ജീവിക്കേണ്ട ഒരാളാണ് ഒരു അഡൾട്ട് ആയിട്ടുള്ള മനുഷ്യൻ. അതിലേക്ക് ആ മനുഷ്യനാണ് ബാക്കി കുട്ടികളെയും അതുപോലെ റെസ്പോൺസിബിൾ ആയിട്ട് വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ അയാൾ തെറ്റ് ചെയ്താൽ പിന്നെ ബാക്കിയെല്ലാം അങ്ങനെയേ പോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നെവർ ഡിലേ, നെവർ വെയിറ്റ്. യു നീഡ് ടു റെസ്പോണ്ട് അപ്രോപ്രിയേറ്റ്ലി അറ്റ് ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ് ഓഫ് ദി അബ്യൂസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തെ പ്രൊട്ടക്ട് ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് പറ്റണം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നെവർ ഗിവ് അബ്യൂസ്, നെവർ ടേക്ക് അബ്യൂസ്, നെവർ സെൽഫ് അബ്യൂസ്. നമുക്ക് എല്ലാവർക്കും ഈ ലോകത്ത് മനോഹരമായിട്ട് നമ്മുടേതായ രീതിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിന് ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.